നമസ്കാരം സ്റ്റാർനിസ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസാര വിഷയമാകുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമി, സമസ്ത, മുസ്ലിം ലീഗ് എന്നിവരെല്ലാം വോട്ട് ബാങ്ക് വെച്ച് വിലപേശൽ നടത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ 1,00,000-ലധികം വോട്ട് വരുന്ന ഹിന്ദു വോട്ടുണ്ട്, ക്രൈസ്തവ വോട്ടുമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഒരു മീഡിയയും സംസാരിക്കുന്നില്ല, പ്രാധാന്യം നൽകുന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടുവരുന്നത്? സാറിന് എന്താണ് തോന്നുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിലമ്പൂരുള്ള മുഴുവൻ ക്രിസ്ത്യാനിയും ഹിന്ദുവും ചത്തുപോയി എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ 15 ദിവസമായിട്ട് ന്യൂസ് കൊടുക്കുന്നത്. മൊത്തം ഹിന്ദുവും ക്രിസ്ത്യാനിയും അവിടെ മരിച്ചുപോയി. മുസ്ലിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. മുസ്ലിങ്ങൾ പോലുമല്ല, അതിലും കൂടുതലായിട്ട് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ജിഹാദികൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള ഒരു ഈ നറേഷനാണ് കേരളത്തിലെ മീഡിയ, പർട്ടിക്കുലർലി മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മലയാള മനോരമ, മംഗളം, 24, റിപ്പോർട്ടർ, മീഡിയ വൺ, അങ്ങനെയുള്ള എല്ലാ ചാനലുകളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജിഹാദികൾക്ക് മാത്രമേ വോട്ടുള്ളൂ. ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയുടെ ഭാഗമായ നിലമ്പൂരിലല്ല, മാപ്പിളസ്ഥാന്റെയും JNU മോഡൽ ISIS ആസാദ് കേരളയുടെയും ഒക്കെ ഭാഗമായ നിലമ്പൂരാണ് മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പിന്നെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഏകദേശം 10 കാൻഡിഡേറ്റ്സ് മിച്ചമുള്ളതിൽ 9 പേരും ഇന്ത്യ അലയൻസിന്റെ കാൻഡിഡേറ്റ് ആണ്, പല രൂപത്തിലും പല ഭാവത്തിലും. ഒരാൾ മാത്രമേ അതായത് ദേശീയവാദിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് മോഹൻ ജോർജ് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാൻഡിഡേറ്റും, ബാക്കിയുള്ള 9 കാൻഡിഡേറ്റും മുന്നണികളും പാകിസ്ഥാനെയും ചൈനയും ഇറാനെയും ഹമാസിനെയും ഹിസ്ബുള്ളയും ജെയ്ഷെ മുഹമ്മദിനെയും പലസ്തീനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റേ അവിടെ ഉള്ളൂ. അപ്പൊ മീഡിയക്കാര് ചെയ്യുന്നത് ഒരു പരിധി കവിഞ്ഞ് മീഡിയക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാണുന്നത് ഏതോ പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ഇലക്ഷനോ മഹല്ല് കമ്മിറ്റിയുടെ ഇലക്ഷനോ ഒക്കെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് BJPയുടെ കാൻഡിഡേറ്റിനെ അവർ നെഗ്ലക്ട് ചെയ്യുന്നു, ദേശീയവാദത്തെ ഇത് ചെയ്യുന്നു. അതുപോലെ അവിടെ ചർച്ച നടത്തുന്ന കർഷകരുടെ പ്രശ്നങ്ങളോ വന്യജീവി പ്രശ്നങ്ങളോ, അവിടെ ആ നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ 70 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയെ പറ്റി ചർച്ച ചെയ്യാനോ, അവിടെ റോഡില്ല, മെഡിക്കൽ കോളേജ് ഇല്ല, ആശുപത്രികളില്ല, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, കണക്ടിവിറ്റി തീരെ പൂറായി. ഇപ്പൊ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് തമിഴ്നാട്ടിലോട്ടോ കർണാടകത്തിലോട്ടോ പ്രോപ്പർ ആയിട്ടുള്ള ഹൈവേസ് ഇല്ല, റെയിൽ കണക്ഷൻ ഇല്ല. അവിടെ ഒരു ഐസൊലേറ്റഡ് ആണ്, ഒരു ഡെഡ് എൻഡ് ആണ്. ഇതിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ കേരളത്തിലെ മീഡിയയും തയ്യാറല്ല, ഇടതു വലത് മുന്നണികളും തയ്യാറല്ല. അത് കൂട്ട് എങ്ങനെ ബക്രീദിന് ലീവ് കൂട്ടി കൊടുക്കാം, അതിൽ വെച്ച് എങ്ങനെ വോട്ട് പിടിക്കാം, അതുപോലെ ഇന്ത്യ ഗവൺമെന്റിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താൽ എത്ര വോട്ട് കൂടുതൽ കിട്ടും, ഇസ്രായേലിനെ, വിശുദ്ധ രാജ്യമായ ഇസ്രായേലിനെ തെറി പറഞ്ഞ് ഇറാന്റെ കൂടെ കൂടിയാൽ എത്ര വോട്ട് കിട്ടും, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്, ഇന്ത്യ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ കൂടെയാണ്, ഹമാസിന്റെ കൂടെയും ഇറാന്റെ കൂടെ അല്ല. പക്ഷേ മാൻഡ്രേക്കും പിങ്കി ഖാനും കൃത്യമായിട്ട് ഇറാന്റെ കൂടെയാണ്. മാൻഡ്രേക്കും മരുമോനും ഓൾറെഡി ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചു. അതുപോലെ തന്നെ പിങ്കി ഖാൻ ഇന്നലെ അവതരിച്ചിട്ടുണ്ട് നിലമ്പൂര്. അവര് പറയുന്നത് ഇസ്രായേലിനെ തീർക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ അമ്മൂമ്മ മൈമുന ബീഗം നോക്കിയിട്ട് ഇസ്രായേലിനെ തീർക്കാൻ പറ്റിയില്ല. അപ്പൊ പിങ്കി ഇപ്പൊ ഇവിടെ വന്ന് ഇസ്രായേലിനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇസ്രായേലിനെ തീർക്കും എന്ന് പറയാണ്. യഥാർത്ഥത്തില് അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ നെതന്യാഹു പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടാകുമോ, അവർക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ തന്നെ ചെയ്യണം. ഇതില് നിലമ്പൂരിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും ദേശീയവാദത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസാനത്തെ അവസരമാണ്, സുവർണ അവസരമാണ്. നരേന്ദ്രമോദി ഭരിക്കുമ്പോഴേ പേടിയില്ലാതെ പോളിംഗ് ബൂത്തിൽ പോയി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും താമരചിഹ്നത്തിന് വോട്ട് ചെയ്ത് ദേശീയതയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ UPA ഭരിക്കുമ്പോഴോ ഒന്നും ഈ പണി നടക്കത്തില്ല. ഇവിടെ ചെയ്യേണ്ട ഒരു 1-2 കാര്യങ്ങളുണ്ട്. BJP അവിടെ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത് കേന്ദ്ര സേനയെ അവിടെ വിന്യസിക്കാൻ ആവശ്യപ്പെടണം. കാരണം ഇലക്ഷൻ ഡേറ്റ് ആകുമ്പോഴേക്കും വലിയ തോതിലുള്ള റാഡിക്കലൈസേഷനും ജിഹാദിവൽക്കരണവും അവിടെ നടക്കും. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ എൻഷുർ ചെയ്യണം. അവിടെ കേന്ദ്ര സേനയെ വിന്യസിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാ ബൂത്തും 230 ബൂത്തും വീഡിയോ റെക്കോർഡിംഗ് നടത്തണം. ആ വീഡിയോ റെക്കോർഡിംഗ് നടത്തി അവിടെ ആരാണ് വോട്ട് ചെയ്യുന്നത്, കള്ളവോട്ട് നടക്കുന്നുണ്ടോ? കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ 10% ആൾക്കാർ ഇന്ത്യക്ക് പുറത്താണ്, മണ്ഡലത്തിന് പുറത്താണ്. അവരുടെ പേരിൽ വ്യാജ വോട്ടും കള്ള വോട്ടും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വീഡിയോ റെക്കോർഡിംഗ് വഴി തടയണം. പിന്നെ സാധാരണഗതിയിൽ ഈ ജിഹാദി ഡോമിനന്റ് ഏരിയകളിൽ ചെയ്യുന്ന ഒരു പരിപാടി, കംപ്ലീറ്റ് ശരീരം മൂടി മുഖം മൂടി വന്ന് ഓരോ പേരും പറഞ്ഞ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ID ക്രോസ് ചെക്ക് ചെയ്യാതെ, ഫേസ് ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെ വോട്ട് ചെയ്യുന്നുണ്ട്. ഈ പരിപാടി 2016 BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻജിയെ തോൽപ്പിക്കാൻ വേണ്ടി കാസർഗോഡ് മണ്ഡലത്തില്
ഇവരുപയോഗിച്ചതാണ്. UDFകാരും LDFകാരും കൂടെ ഉപയോഗിച്ചതാണ്. ആ കേസ് ഹൈക്കോടതി പിടിക്കുകയും പിന്നീട് അത് ഇല്ലാണ്ടായി പോയെങ്കിലും ആ ആ വ്യാജ മാർഗത്തിലൂടെ സുരേന്ദ്രൻജിയെ തോൽപ്പിച്ചതാണ്. അതേ പരിപാടി നിലമ്പൂർ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പർദ്ദയും വെയിലും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് എല്ലാ വോട്ടും ചറപറ ചെയ്തിട്ട് പോകുന്ന ഒരു സംവിധാനം അവിടെ നടക്കും. പിന്നെ രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ഡ്രസ്സും തലയെക്കെട്ടും ഒക്കെ ഇട്ട് കുറെ ആൾക്കാർ വെറുതെ യാതൊരു പർപ്പസും ഇല്ലാതെ ഈ ബൂത്തിന്റെ അടുത്ത് വന്ന് നിന്ന് മറ്റുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാണ്ടിരിക്കുക. ഈ വേസ്റ്റ് ബാഗ്, ബ്ലാക്ക് വേസ്റ്റ് ബാഗിന്റെ രൂപത്തിൽ ഒത്തിരി സ്ത്രീകൾ വന്ന് കുത്തിയിരുന്ന് ബാക്കിയുള്ള ആൾക്കാരെ തടയുക, ഇങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കൽ വാർഫെയർ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ബൂത്തുപിടുത്തം പരിപാടികളൊക്കെ ഈ മേഖലകളിൽ നടക്കാറുണ്ട്. അപ്പൊ BJP ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണം, കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണം, വീഡിയോ റെക്കോർഡിംഗ് കമ്പൽസറി ആക്കണം, ഫേസ് ഐഡന്റിഫിക്കേഷൻ, വോട്ട് ചെയ്യുന്നതിന് മുമ്പ് വോട്ടർ ID കാർഡും വോട്ടർ ലിസ്റ്റും വരുന്ന വോട്ടറുടെ ഫേസുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ആള് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ചും സ്ത്രീകളുടെ വോട്ടിങ്ങിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. സ്ഥലത്തില്ലാത്ത സ്ത്രീകളുടെ വോട്ട് പർദ്ദയിട്ട് വന്ന് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നിയമം, ഇത് പാകിസ്ഥാനിലല്ല ഇലക്ഷൻ നടക്കുന്നത്, ഇന്ത്യയിലാണ്, ഹിന്ദുസ്ഥാനിലാണ് ഈ ഇലക്ഷൻ നടത്തുന്നതെന്ന് അവിടെ ഉള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ എല്ലാ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഞാൻ പറയുന്നു, കൃത്യമായി നിങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്തുക. നിങ്ങൾ വരാണ്ടിരുന്നാൽ നിങ്ങളുടെ വോട്ട് വേറെ ആരെങ്കിലും ചെയ്യും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് വന്ന് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ മീഡിയക്കാർ ചെയ്തതുപോലെ ഇതൊരു ജിഹാദി മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെടും. പണ്ട് എബ്രഹാം ലിങ്കൺ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ. ഇപ്പം ഈ നിലമ്പൂരെ പ്രചരണത്തിന്റെ റിപ്പോർട്ട് മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഫോർ ജിഹാദി ബൈ ജിഹാദി എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയൊരു ദുരന്തമാണ് ഈ നിലമ്പൂരിനെയും സംസ്ഥാനത്തെയും തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ മനസ്സോടെ, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നെതന്യാഹുവിന്റെ മനസ്സോടെ അവിടുത്തെ വോട്ട് ചെയ്യാൻ അവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തയ്യാറാകുക. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു വലിയ ദുരന്തമാകും. കാരണം ഇലക്ഷൻ പ്രൊസീജിയർ, ഇലക്ഷൻ പ്രചരണം കംപ്ലീറ്റ് ജിഹാദിയും കുറെ മീഡിയക്കാരും കൂടെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അത് വലിയ അപകടമാണ്. ഈ പ്രചരണത്തിൽ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ്. എന്താണേലും അവിടെ BJP സംഘികളും ക്രിസംഘികളും പുതിയ BJP നേതൃത്വത്തിന്റെ പഴയ നേതൃത്വത്തിന്റെ ഒക്കെ പിന്തുണയോടെ ശക്തമായ ഒരു നിലപാട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഫലം കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറും. ഇതാണ് നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള പ്രവചനം. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സാർ, ഈ 9-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കലാശക്കൊട്ട് ചൊവ്വാഴ്ചയാണ്. ഓരോ സ്ഥാനാർത്ഥികളിലുള്ള സാധ്യത എത്രയാണ് സാർ ഇവിടെ? മേജർ ആയിട്ട് 5 സ്ഥാനാർത്ഥിയാണുള്ളത്. അതില് 4 ജിഹാദി കാൻഡിഡേറ്റും BJPയുടെ ഒരു കുഞ്ഞാട് കാൻഡിഡേറ്റും. അങ്ങനെയാണ് 5 കാൻഡിഡേറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. 4 ജിഹാദി കാൻഡിഡേറ്റും ഒരു കുഞ്ഞാട് കാൻഡിഡേറ്റും. അതിൽ മേജർ ജിഹാദി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇടതു മുന്നണിയുടെ സിറാജ് ആണ് മേജർ ജിഹാദി കാൻഡിഡേറ്റ്. പിന്നെ അടുത്ത ജിഹാദി എന്ന് പറയുന്നത് ഷൗക്കത്ത് UDFന്റെ, പിന്നെ അൻവർ ജിഹാദി, പിന്നെ ഒരു SDPI ജിഹാദി. അങ്ങനെ 4 ജിഹാദി കാൻഡിഡേറ്റും ഒരു കുഞ്ഞാട് കാൻഡിഡേറ്റും ആണുള്ളത്. ഇത് ഇവര് തമ്മിലാണ് മത്സരം. അപ്പൊ അതിൻ്റെ അകത്ത് ജിഹാദികൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവര് മനസ്സ് തുറന്നിട്ടില്ല. പലരും പല 4 തട്ടിലാണ് നിൽക്കുന്നതെങ്കിലും അവര്, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് BJP ജയിക്കുമെന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ജിഹാദികളെല്ലാം കൂടെ ഒന്നിച്ച് ഇരുന്ന് ആലോചിച്ച് ഒരു ജിഹാദിക്ക് അല്ലെങ്കിൽ ഒരു ജിഹാദി അടിമയ്ക്ക് വോട്ട് പൂൾ ചെയ്യും. പൂഞ്ഞാർ മണ്ഡലത്തിൽ PC ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കുമ്മനം ജിയെ തോൽപ്പിക്കാൻ വേണ്ടിയും രാജഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയും K സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയും ഒക്കെ ഈ അഭ്യാസം പലയിടത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ്. ഇലക്ഷന്റെ അവസാന ദിവസമാകുമ്പോൾ ജിഹാദി കാൻഡിഡേറ്റ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് അതിലൊരു ജിഹാദിക്ക് വോട്ട് പൂൾ ചെയ്യുക എന്നുള്ളത്. ആ പരിപാടി ചിലപ്പോൾ ഇപ്രാവശ്യം നിലമ്പൂരിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം യൂസുഫ് പത്താൻ, പിങ്കി ഖാൻ, മാൻറൈ ഖാൻ, അങ്ങനെ പല വലിയ വലിയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയുടെയും കളത്തിൽ വന്നു കഴിഞ്ഞു. അൻവറും SDPI ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇലക്ഷൻ ദിവസം മുങ്ങും എന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ ദിവസം ബൂത്തിൽ ഇരിക്കാൻ പോലും അവർക്കൊന്നും ആളെ കിട്ടത്തില്ല. LDF, UDF, BJP ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമേ അവസാന നിമിഷം വരെ ആ ഫീൽഡിൽ കാണുകയുള്ളൂ. അവരായിരിക്കും ഉണ്ടാകുക. അല്ലാതെ ബാക്കിയുള്ളവർക്ക് ഇലക്ഷന്റെ ഡേറ്റിൽ 230 ബൂത്തിൽ ആളെ ഇട്ടുകൊണ്ട് ഇലക്ഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനുള്ള ഇൻഫ്ര അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഇതില് വലിയൊരു മുന്നേറ്റം BJP അവിടെ നടത്തിയിരിക്കുന്നതുകൊണ്ട് LDFനും UDFനും അൻവറിനും SDPIക്കും ഈ ഇലക്ഷൻ അവസാനം വിഷമകരമായിരിക്കും. ആർക്ക് വോട്ട് ചെയ്താൽ ആര് ജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടാവും. ഒരു സത്യസന്ധമായ വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ, അതായത്
അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ BJPക്ക് അവിടെ വിജയസാധ്യതയുണ്ട്. അല്ലാതെ അവർ പേടിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ പഴയ റിസൾട്ട് പോലെയൊക്കെ തന്നെ വരത്തുള്ളൂ. കാരണം ഇവിടെ ജയിക്കുവോ തോക്കുവോ എന്നുള്ളതല്ല, രാജ്യത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക. ജയിച്ചാലും തോറ്റാലും ദേശീയവാദത്തിന് വോട്ട് ചെയ്യുക, ഇന്ത്യക്ക് വോട്ട് ചെയ്യുക. പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇറാനോ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനം അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എടുത്താൽ BJP അവിടെ ജയിച്ചിരിക്കും. അതാണ് അതിന്റെ അവിടുത്തെ കാര്യങ്ങൾ. കാരണം അത്രയും റാഡിക്കലൈസ്ഡ് ആയി. ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പറയും വർഗീയത പറയരുതെന്ന്. പക്ഷെ കഴിഞ്ഞ 15 ദിവസമായിട്ട് 4 ജിഹാദി കാൻഡിഡേറ്റ് വർഗീയത മാത്രം പറഞ്ഞിട്ട് കേരളത്തിലെ മീഡിയ അതിനെ പിന്തുണയ്ക്കുകയാണ്. പോലീസോ ഇലക്ഷൻ കമ്മീഷനോ കോടതിയോ ഒരു നടപടിയും എടുത്തിട്ടുമില്ല. അപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ട് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു ഇലക്ഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനൊരു കൗണ്ടർ വർഗീയത പറയാനുള്ള തന്റെ ഇടം ഈ 4 ജിഹാദി കാൻഡിഡേറ്റുകൾ പറയുന്ന വർഗീയതയ്ക്ക് ഒരു കൗണ്ടർ വർഗീയത പറയാനുള്ള തന്റെ ഇടം BJPയും BJPയുടെ കാൻഡിഡേറ്റും പ്രവർത്തകരും ലീഡേഴ്സും കാണിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വർഗീയതയ്ക്ക്, ഈ ജിഹാദി വർഗീയതയ്ക്ക് നിലമ്പൂരിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമരയ്ക്ക് വോട്ട് ചെയ്ത് മറുപടി പറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.